ഹായ് കൂട്ടുകാരെ, ഞാൻ ഈ വേഗം പോയിക്കൊണ്ടിരിക്കുന്നത് അച്ചുവിൻ്റെ സ്കൂളിലെ പ്രോഗ്രാം നടക്കുന്നിടത്തേക്കാണ് കേട്ടോ. രാവിലെ തന്നെ അച്ചുവിൻ്റെ സ്കൂളിൽ നിന്നും ടീച്ചർമാരൊക്കെ ആയിട്ട് കുട്ടികൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കാണ് അങ്ങോട്ട് പോകുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ കുട്ടികളൊക്കെ ഒരുവിധം മേക്കപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. എല്ലാവരും മേക്കപ്പൊക്കെ ചെയ്തു, പക്ഷേ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും അവർ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഡാൻസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് കരുനാഗപ്പള്ളി ബോയ്സിൽ വെച്ചിട്ടായിരുന്നു, ബോയ്സ് സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. പക്ഷേ നമ്മൾ മേക്കപ്പൊക്കെ ചെയ്തത് ഗേൾസിൽ വെച്ചാണ്. അടുത്താണല്ലോ, തൊട്ടടുത്താണ്, അപ്പുറം ഇപ്പുറമാണ്. നമുക്ക് മേക്കപ്പ് കഴിഞ്ഞിട്ട് വേണം സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി. ഇവിടെ ഒരുപാട് പ്രോഗ്രാമിൻ്റെ കുട്ടികളൊക്കെ മേക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ക്ലാസിക്കൽ ഡാൻസിൻ്റെയും ഒക്കെ പ്രോഗ്രാമിൻ്റെ കുട്ടികളൊക്കെ മേക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഗ്രൂപ്പ് ഡാൻസിൻ്റെ തന്നെ പല പല സെക്ഷനിലാണ് ഇവിടെ മേക്കപ്പ് നടക്കുന്നത്. കുറച്ച് കുട്ടികൾ മേക്കപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. കുറച്ച് പേരിങ്ങനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ ബാക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ നമ്പർ രണ്ടാമത്തെ നമ്പറായിരുന്നു സ്റ്റേജിൽ. അപ്പോൾ പ്രോഗ്രാം തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ നമ്മളിത് അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമേ ഉള്ളൂ, ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോകാവുന്ന ദൂരമേ ഉള്ളായിരുന്നു. അവിടെ ചെന്നപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റേജിൽ ഫസ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ സെക്കൻഡ് പ്രോഗ്രാം ആയിരുന്നു. പിന്നെ തേർഡ് പ്രോഗ്രാമൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള കുട്ടികളൊക്കെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവരുടെ പ്രോഗ്രാം തുടങ്ങി. നമ്മൾ അത്ര സ്ട്രെയിനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് വാങ്ങണം എന്നൊന്നും പറഞ്ഞിട്ടില്ല, എങ്കിലും നല്ല രീതിയിൽ കളിക്കണം എന്ന് മാത്രമേ നമ്മൾ കുട്ടികളെടുത്ത് പറഞ്ഞിട്ടുള്ളായിരുന്നു. കൊച്ചു കുട്ടികളല്ലേ, അവർ ആദ്യമായിട്ടാണ് സബ് ജില്ലയിലൊക്കെ പോകുന്നത്. സ്കൂളിലെയൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇവർ പുറത്തൊക്കെ പോയി കളിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രോഗ്രാമൊക്കെ ഒരുവിധം അവർ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കൊച്ചുകുട്ടികളല്ലേ, അവരെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവർക്ക് കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ടീച്ചർമാരൊക്കെ ആയിട്ട് അവിടെ പോയി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ നന്നായിട്ട് ക്ഷീണിച്ചു, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇനി നമ്മൾ പോയി ഫുഡൊക്കെ കഴിക്കണം. നമ്മൾ വന്ന സമയത്ത് തിരുവാതിരയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഒരുപാട് സ്റ്റേജിൽ അപ്പുറത്തൊക്കെ ആയിട്ട് സ്റ്റേജിൽ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അല്ലുവിനെ വീട്ടിൽ നിർത്തിയിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തിരിച്ചു പോകേണ്ടതുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ അവിടെ ഫ്ലെക്സിനകത്തൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. സ്റ്റേജിൽ ഇപ്പോഴും പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. എല്ലാം നല്ല പ്രോഗ്രാംസ് ആയിരുന്നു, കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.